Hello everyone, welcome to my channel, welcome to Enchanted Reader Malayalam. ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു ഡിസ്ക്ലൈമർ ഉണ്ട് പറയാൻ. എൻ്റെ റീഡിംഗ് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനുള്ളത് മാത്രമാണ്. ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും ഫീലിങ്സ് ആൻഡ് തോട്ട്സും ആണ് ഞാനിന്ന് നോക്കുന്നത്. ലെറ്റ്സ് സീ എന്തൊക്കെ മെസ്സേജസ് ആണ് ഇനി യൂണിവേഴ്സ് തരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ എനിക്ക് ഏസ് ഓഫ് കപ്സ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. അമേസിങ്. ഈ ഒരു കാർഡ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഇന്നലെയും കണ്ടിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡ് ചെക്ക് ചെയ്തപ്പോൾ. എന്തോ ഒരു വലിയൊരു മാറ്റം വരാൻ പോകുന്നത് പോലെ എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. എന്തൊക്കെയോ ഒരു തരം ഹാപ്പിനെസ് നടക്കാൻ പോകുന്നത് പോലെ. ഓക്കെ, ഭയങ്കരമായിട്ടൊരു ഹാപ്പി മൊമെൻ്റ് ഉണ്ടാവാൻ പോകുന്നത് പോലെ അങ്ങനെയൊക്കെ ഒരു മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, സി ദ ചാരിയറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കൂടെ വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചുറ്റിലും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ഗായ്സ്. അവർക്ക് എളുപ്പം പെട്ടെന്ന് അവിടെ നിന്ന് അത് പൊട്ടിച്ചെറിഞ്ഞ് വരാൻ പറ്റില്ല. പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മെസ്സേജായിട്ട് വരുന്നത്. എനിക്ക് അറിയാം ഒരുപാട് പേർക്ക് അവരുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. പക്ഷേ ചില ആൾക്കാർക്ക് വന്നിട്ട് പേഴ്സൺ തിരിച്ചു പോകുന്നുണ്ടാവാം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചുറ്റിലുള്ള അവർ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ അവർക്ക് സോൾവ് ചെയ്യണം. അവരത് എളുപ്പം അവർക്ക് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടാണ് അവർ വീണ്ടും തിരിച്ചു പോകുന്നുണ്ടാവുക. അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് ചിലപ്പോൾ വഴക്കുണ്ടാക്കുന്നുണ്ടാവുക വന്നിട്ട്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ഓവർകം ചെയ്തിട്ട് വരും എന്നുള്ളതാണ് എനിക്ക് മെസ്സേജായിട്ട് വരുന്നത്. അവരെന്തായാലും ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ എൻ്റെ റീഡിങ്ങിലും ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ അല്ല, ഡേ ബിഫോർ യെസ്റ്റർഡേ ഞാൻ അപ്ലോഡ് ചെയ്ത റീഡിങ്ങിൽ ഏസ് ഓഫ് കപ്സ് തന്നിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ പേഴ്സണ് ചുറ്റിലും ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. സി ഞാനിപ്പോൾ പറഞ്ഞുള്ള ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് എന്നുള്ളത് അവർ ട്രാപ്പിലായി കിടക്കുകയാണ്. ഇപ്പോൾ ദ ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. അവർക്ക് അത് അങ്ങോട്ട് പെട്ടെന്ന് പൊട്ടിച്ചെറിഞ്ഞിട്ട് വരാൻ പറ്റില്ല. ഓക്കെ, സി യൂണിവേഴ്സ് എനിക്ക് തരുന്ന മെസ്സേജസ് നോക്കിയാൽ ഐ എം സോ ഹാപ്പി. ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ കാർഡ്സ് കൂടെ വന്നപ്പോൾ എന്തൊരു ഹാപ്പിയാണെന്നറിയോ ഞാൻ. അവർക്കൊരു ലാക്ക് ഓഫ് ഡയറക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ നമ്മൾ പറയുമല്ലോ. ഓക്കെ, ഇവിടെ 4 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ വലിയൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത് ഗായ്സ്. വളരെയധികം ഫിയർ ആൻഡ് ആങ്സൈറ്റി അവർക്കുണ്ട്. പക്ഷെ അവരത് ആ ഫിയറിൻ്റെ രൂപത്തിലോ ഇല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ രൂപത്തിലോ നിങ്ങൾക്ക് കാണിക്കില്ല, നിങ്ങളുടെ മുന്നിൽ കാണിക്കില്ല. പകരം ദേഷ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും കാണിക്കുക. ഓക്കെ, നിങ്ങളെ കാണുമ്പോഴേക്കും ചിലപ്പോൾ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി അവർ കാണിക്കും. ഇതൊക്കെ അവരുടെ ആ ഒരു സ്ട്രെസ്സിൻ്റെ പാർട്ടായിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ലോൺലിനെസ് അനുഭവിക്കുന്നത് പോലെ എനിക്ക് കാണുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ചുറ്റിലും ആൾക്കാരുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവർ ആരുടെ കൂടെയാണ് ഉള്ളത് അവരൊക്കെ കൂടെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അവരുടെ മനസ്സിന് ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നുണ്ട് ഗായസ്. വല്ലാതെ ഓവർവെൽമിങ് ആയിട്ടുള്ള ഒരു തരം എനർജീനെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ രൂപത്തിൽ എനിക്കിവിടെ കാണാനുള്ളത്. See again
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ ട്രാപ്പിലായിരിക്കുകയാണെന്നുള്ളത്. 8 ഓഫ് സ്വർഡ്സ്. അവരെ നമ്മൾ പറയില്ലേ കൈ കെട്ടിയിരിക്കുക എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വിക്റ്റിമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര പ്രഷർ ഉണ്ടാവും അവരുടെ മനസ്സിലേക്ക്. ഒരു ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, ഹെൽപ്ലെസ് ആയിട്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, പവർലെസ് ആയിട്ടിരിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അവരെ സൈലൻസ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ക്രൈസിസ് അവരുടെ ചുറ്റിലുള്ളതുപോലെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. എന്തൊക്കെയോ ഡ്രാമ നടക്കുന്നുണ്ട് അവിടെ. എന്തായാലും അവർ തന്നെ വരുത്തി വെച്ചൊരു ട്രാപ്പ് പോലെയാണ് എനിക്കിത് കാണുന്നത്. ഇത് 3ാമത്തെ കാർഡാണ് ട്രാപ്പിലായിരിക്കും. ഇപ്പം ഹാങ്ഡ് മാനിൽ കൂടെ വരുന്ന മെസ്സേജ് ട്രാപ്പിൽ ആയിട്ടുള്ളത് പോലെയാണ്. 4 ഓഫ് സ്വർഡ്സും അത് തന്നെയാണ് പറയുന്നത്. ട്രാപ്പിലായിരിക്കുകയാണ്. ആങ്സൈറ്റി, ഡിപ്രഷൻ, അതേപോലുള്ള മെൻ്റൽ പ്രഷർ അതൊക്കെ അവർക്കുണ്ടാവാം. ഓക്കെ, ലോൺലിനെസ് അവർക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ അവർ പോവാം. ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടെ അവർ പോവാം. ഇതൊക്കെ അവർ അനുഭവിക്കണം. ഇപ്പോൾ ഇതൊക്കെയാണ് അവർക്കുള്ള ലെസൺസ്. ഈ ഒരു അവസ്ഥയിലാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നത്. ഈ ഒരു അവസ്ഥ അവരുടെ ലൈഫിൽ വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവില്ല. അവരൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കും. ഇപ്പം അവരുടെ മനസ്സിൻ്റെ തലങ്ങളിലായിരിക്കും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷേ താമസിയാതെ തന്നെ അവരത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഒരു ഫൈറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഒക്കെ എനിക്കിവിടെ കാണുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവരാകെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് പോകുന്നത്. അവർ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ കരയാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. മനസ്സ് തുറന്നത് ചിലപ്പോൾ അവർ കരയും, വഴക്കുണ്ടാക്കും. അവരുടെ ഫീലിങ്സ് എല്ലാം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടായിരിക്കും അവർ ബേഴ്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ അവരായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകരുത്. കാരണം എനിക്കതിവിടെ കാണാനുണ്ട്. അവരത്രയും അവരുടെ ബോട്ടിൽ അപ്പ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വരുന്ന മെസ്സേജ്. നല്ല ഈഗോ ഉണ്ട് എന്തായാലും, അതിനൊരു കുറവുമില്ല. ഇവിടെ 9 ഓഫ് സ്വർഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഒരുപാട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് അവരെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എന്താണ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയട്ടെ? നിങ്ങൾ അവരെ ഒരുപാട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് പോലെ എനിക്കിവിടെ മെസ്സേജ് വരുന്നുണ്ട്. അവരതൊക്കെ പുറംകാലം കൊണ്ട് തട്ടി തൊഴിച്ച് എറിഞ്ഞതുപോലെയും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ തന്നെ ആയിട്ടുണ്ടാവാം നിങ്ങളുടെ മുന്നിൽ. നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ഒഴിവാക്കിയിട്ടിട്ട് പോയതായിരിക്കാം. ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. അതെനിക്കിവിടെ മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട്, മനസ്സിലായോ? പക്ഷേ നൗ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ശരിക്കും നിങ്ങളുടെ വാല്യൂ അവർ ശരിക്കും തിരിച്ചറിയും. നിങ്ങളെപ്പോലെ ഒരാൾ ഈ ലോകത്തിൽ ഇനി എനിക്ക് കിട്ടില്ല എന്നുള്ള തോട്ട്സിലേക്ക് അവർ എത്തിപ്പെടും. മനസ്സിലായി? സി, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. അവരൊരു ഫാൻറ്റസി വേൾഡിലേക്കാണ് അവർ പോയത്. മനസ്സിലായോ? അതല്ല സത്യം, ഇതാണ് സത്യം, നിങ്ങളാണ് സത്യം എന്നുള്ളത് അവർ തിരിച്ചറിയട്ടെ. സി, 2 ഓഫ് കപ്സ്. അവർ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് അവരുടെ ഫീലിങ്സ് അറിയിക്കും. അതാണ് എനിക്ക് 2 ഓഫ് കപ്സ് കൂടെ വരുന്ന മെസ്സേജ്. എ റിയൽ പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇല്ലാതെ ഇങ്ങനെ കുട്ടിക്കളിയായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റിയൽ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് അവർ ഓഫർ ചെയ്യണം. അതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഇല്ലാതെ വെറുതെ കുറേ ഇവിടെ നിന്ന് കുറേ അവിടെ നിന്ന് അങ്ങനെ ഒരു ലൈഫല്ലല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. റൈറ്റ്? ഒരു ഹാപ്പി കപ്പിളാവണ്ടേ നിങ്ങൾക്ക്?
അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവർക്ക് ഒരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. അവരെടുത്ത ഇത്തരം ചൈൽഡിഷ് ആയിട്ടുള്ള ആക്റ്റിൽ നിന്ന് അവരൊരുപാട് ലെസൺസ് പഠിക്കാനുണ്ട്. അവരത് പഠിച്ച് വരട്ടെ. ഓക്കെ, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എനിക്കിത് കൂടെ വരുന്ന മെസ്സേജ്. പക്ഷെ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ലൈഫ് എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട് അവർക്ക്. ഇങ്ങനെ ഫാൻറ്റസി വേൾഡിലുള്ളതല്ല ലൈഫ്, ഇവിടെ നിങ്ങളുടെ അടുത്തുള്ളതാണ് ലൈഫ് എന്നുള്ളത് അവർക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുക കേട്ടോ. മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത്? നിങ്ങൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ സെൽഫ് ലവും വളരെയധികം സ്ട്രോങ് ആവാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യാം. ഓക്കെ, മെൻ്റലി സ്ട്രോങ് ആവാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കലി ആയാലും കുഴപ്പമൊന്നുമില്ല. ആഹാ, ദി ഡെവിൾ. അവർ പെട്ടിരിക്കുന്ന ആ ഒരു ട്രാപ്പ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രാപ്പാണ് കേട്ടോ. അവർക്ക് എളുപ്പം അതങ്ങോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ച് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരുപാട് സ്ട്രഗിൾ അവർ അനുഭവിക്കണം. ആ ഒരു ഡെവിളായിട്ട് തന്നെ അവർ അനുഭവിക്കണം. മനസ്സിലായോ? ഇപ്പം ഡെവിൾ ചിലപ്പോൾ നല്ല സ്വീറ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ശരിക്കുള്ള ഡെവിളിൻ്റെ രൂപം, ശരിക്കുള്ള ആ ഡെവിളിൻ്റെ സ്വഭാവം അവരൊന്ന് അനുഭവിക്കട്ടെ, എന്നിട്ട് അവർ തിരിച്ചു വരട്ടെ. എന്ത് പറയുന്നു നിങ്ങൾ? പിന്നെ അതേപോലെ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്കൊരു അഡിക്ഷൻ എനിക്കിവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പം സബ്സ്റ്റാൻസസിനോടുള്ള അഡിക്ഷൻ ആവാം. ഓക്കെ, അത് അവർ കുറച്ചൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ഈഗോ ഉള്ളതുപോലെ എനിക്ക് കാണുന്നുണ്ട്. കുറച്ചും നല്ല നന്നായിട്ടുള്ളത് പോലെയാണ് കാണുന്നത്. എന്തൊക്കെയോ സീക്രട്സ് നിങ്ങളുടെ പേഴ്സൺ കീപ്പ് ചെയ്യുന്നത് പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനൊക്കെ ഒരു അവസാനം വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫ് കൺട്രോൾഡ് ആയിട്ട് ഇരിക്കുന്ന പേഴ്സൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇത്തരം ഫാൻറ്റസി വേൾഡിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റഡ് ആയിട്ട് പോവില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേകം കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ വയലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിന് ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് പറയുന്നതാണത്. ഓക്കെ, കാരണം ഈ ഡെവിളിൻ്റെ എനർജി ഏത് തരത്തിൽ വേണമെങ്കിലും ആക്ട് ചെയ്യാം. ഇതൊരു വാർണിംഗ് ആയിട്ട് എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഈ അയ്യോ ഡെവിളിൻ്റെ എനർജി എൻ്റെ പേഴ്സൻ്റെ സൈഡിൽ വന്നതെന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒരു വാർണിംഗ്, ഇതൊക്കെ ഒരു വാർണിംഗ് പോലെ എടുത്താൽ മതി. ഓക്കെ, ഓൾറെഡി അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങും ഞാനൊരു വല്ലാത്തൊരു പ്രശ്നത്തിലാണ് വന്ന് വിട്ടത് എന്നുള്ളത്. അവർക്ക് തന്നെ മനസ്സിലായിക്കോളും താമസിയാതെ. അതൊക്കെ മനസ്സിലാവുമ്പോഴേ ഉള്ളൂ അവർക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പഴയ ആളായിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായാലും ഒരു കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ വല്ലാത്തൊരു ട്രാപ്പിലാണ് പെട്ടിരിക്കുന്നത്. ആ ഒരു നോട്ട് ഉണ്ടല്ലോ, എവിടെയാണോ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള ആ നോട്ട് വളരെ സ്ട്രോങ് ആണ്. അത് അവർക്ക് ബ്രേക്ക് ചെയ്തിട്ട് വരാനുള്ളൊരു സമയം വേണം. അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയായിരിക്കും അവരിതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, എല്ലാ തരത്തിലുള്ള മെൻ്റൽ സ്ട്രെസ്സും അവരനുഭവിക്കും. മെൻ്റലി മാത്രമല്ല കേട്ടോ, അവരെല്ലാ തരത്തിലും ലീച്ച് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു എനർജി എല്ലാ തരത്തിലും ലീച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ എൻ്റയർ എനർജിയെ സക്ക് ചെയ്തിട്ടെടുക്കും. അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്യും ഈ ഒരു എനർജി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക ഞാൻ ഇത്രയും വലിയൊരു ഇതിലാണല്ലോ ദൈവമേ വന്ന് പെട്ടത് എന്നുള്ളത്. ഇവിടെ ദ സൺ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. എഗെയിൻ പറയുന്നത് നല്ല ഈഗോ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരത് മനസ്സിലാക്കണം, അവരത് മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ വരുന്ന കാർഡ്സൊക്കെ അത് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?
എന്തെങ്കിലും മിസ്കാരേജ്, അബോർഷൻ, എന്തെങ്കിലും കുട്ടികൾ ജനിച്ചപ്പം തന്നെ മരിച്ചു പോവുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല, പക്ഷേ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റിസ് കിട്ടും ഗൈസ്. ഇവിടെ ജസ്റ്റിസ് കാർഡാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, സത്യം മാത്രമേ ജയിക്കുള്ളൂ. ഓക്കെ, ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സൈഡ് നോക്കിയപ്പോൾ ആദ്യം തന്നെ വന്ന കാർഡ് ജസ്റ്റിസ് ആണ്. ഓക്കെ, 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ജനറസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഈ ഒരു സമയത്ത് അത് നല്ലതാണ്. ഞാൻ പണ്ടത്തെ എൻ്റെ റീഡിങ്ങിലൊക്കെ പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ. നിങ്ങൾ ഈ സ്ട്രീറ്റിൽ കൂടെയൊക്കെ പോകുന്ന ഡോഗ്സ്, കാറ്റ്സ്, ഇല്ലെങ്കിൽ ബേർഡ്സ്, സ്ട്രീറ്റിൽ കൂടെ പോകുന്ന ബേർഡ്സ് അല്ല, ഐ മീൻ ബേർഡ്സ്, അങ്ങനെ ആനിമൽസിനൊക്കെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആനിമൽസൊക്കെ വേറൊരു ജന്മമാണെന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാം ജന്മം തന്നെയാണ്, അവരൊക്കെ നമ്മളെപ്പോലെ ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കുന്നത്. മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, നമ്മളെപ്പോലെ നമ്മളെ മനുഷ്യരൂപം അല്ലാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനറസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, ഡൊണേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ജസ്റ്റിസ് വേണ്ടേ? ഈ ലൈഫ് ഇങ്ങനെ പോയാൽ പോരല്ലോ. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളൊക്കെ അങ്ങനെ പോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, ഗുഡ് ഡീഡ്സ് ചെയ്യുക. ഓക്കെ, ജസ്റ്റിസ് കിട്ടുമെന്ന് ഇവിടെ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കേ ജസ്റ്റിസ് കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? പക്ഷേ ആ ജസ്റ്റിസ് നിങ്ങൾക്ക് സെർവ് ചെയ്യപ്പെടുന്നതിന് മുന്നേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക ലൈഫിൽ കേട്ടോ. One more card please. One more card please. Okay, see, 3 of Swords ആണ്. വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് എൻ്റെ കളക്റ്റീവ്സ് പോകുന്നതെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഹയർ സോഴ്സ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സൺ അപ്രൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ഹാപ്പിനെസ് ഡെഫിനറ്റ് ആണ് നിങ്ങൾക്ക് കേട്ടോ. അത് മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലായോ? ഞാൻ ചെറിയ കുട്ടികളോട് പറയുന്ന, ചെറിയ കുട്ടികളെ പേടിപ്പിക്കുന്നത് മാതിരിയാണ് കേട്ടോ. മനസ്സിലായോ എന്ന് പറയുന്നത്? ഓക്കെ, സക്സസ് ഇവിടെ ഡെഫിനറ്റ് ആണ് ഗായ്സ് നിങ്ങൾക്ക്. ഗായ്സ് ഇത്രയുമാണ് എനിക്ക് കിട്ടുന്ന മെസ്സേജസ് ഇന്ന്. പിന്നെ വേറൊരു കാര്യം ഗായ്സ്, നിങ്ങളുടെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. പേഴ്സണൽ റീഡിങ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വരുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റോറീസ് കംപ്ലീറ്റ് പാരഗ്രാഫ് വൈസായിട്ട് എഴുതിയിട്ട്, അതും മലയാളം ഫോണ്ട് ഞാൻ അങ്ങനെ റീഡ് ചെയ്യില്ല. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഞാൻ റീഡ് ചെയ്യും. പക്ഷേ ഇത്രയും പാരഗ്രാഫ് വൈസായിട്ട് നിങ്ങൾ എനിക്ക് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. എനിക്കത് അത്രയും ഇരുന്ന് വായിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് വോയിസ് ടെക്സ്റ്റ് എനിക്ക് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ആൾക്കാർ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ വോയിസ് ടെക്സ്റ്റിൽ 1-2 വോയിസ് ടെക്സ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് കേൾക്കും. അല്ലാത്തതാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഞാനത് ഒഴിവാക്കും. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ലിങ്ക്സ് എൻ്റെ യൂട്യൂബ് വീഡിയോസിൻ്റെ, യൂട്യൂബ് ചാനലിൻ്റെ അല്ല, യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതും അത് എങ്ങനെയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയും.
2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്ന് സ്ട്രൈപ്പ്, പിന്നെ ഒന്ന് പേയ്പാലാണ്. ഓക്കെ, ഇത് 2 മാത്രമേ ഉള്ളൂ എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. US വേറെ ഓപ്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ കാനഡയിൽ ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്താ പറയുക പേയ്മെൻറ്റിനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഇനി ഞാൻ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ. ലവ് യു ഓൾ ഗൈസ്.